ബീഹാറിൽ എൻഡിഎക്ക് ബ്ലോക്ക് ബസ്റ്റർ ജയം. ഡബിൾ സെഞ്ചുറി തിളക്കത്തോടെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത്. മഹാസഖ്യം തകർന്നടിഞ്ഞു. പരമദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇടതുപക്ഷത്തിന് വെറും 3 സീറ്റാണ് നേടാനായത്. അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 5 ഇടത്ത് മുന്നേറി. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി നിലം തൊട്ടില്ല. ചിരാഗ് പാസ്വാന്റെ LJP മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തു. ഇപ്പോൾ നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളെ പോലും തെറ്റിച്ചുകൊണ്ട് വമ്പൻ വിജയമാണ്. ഒരു സുനാമി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദിശാസൂചകമായ ഒരു വലിയ വിജയം BJP JDU LJP സഖ്യം നേടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ? ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ B ഗോപാലകൃഷ്ണൻ BJP, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ വർഗീസ് ജോർജ് RJD, ശ്രീ മനോജ് മേനോൻ മാതൃഭൂമി പ്രതിനിധി എന്നിവർ. ആദ്യം ശ്രീ B ഗോപാലകൃഷ്ണൻ, ഇപ്പോ താങ്കളുടെ ഡാൻസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇപ്പോ വേണമെങ്കിൽ ഒരു ഡാൻസ് കളിക്കാൻ കേട്ടോ, അതിനൊക്കെ പറ്റിയ സീറ്റ് ഉണ്ട്. 203 സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മാതൃഭൂമിയിലിരുന്ന് കളിക്കണം എന്നാണോ പറയണത്? കളിച്ചോ, നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ മാതൃഭൂമിയിലിരുന്ന് കളിച്ചാൽ എൻ്റെ ഒപ്പം കളിക്കാനായിട്ട് നിങ്ങൾ 4 പേരും ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കേണ്ടി വരില്ലേ? നിങ്ങൾ 4 പേരും കൂടി അതിനെ എങ്ങനെയെങ്കിലും തെറ്റിക്കാനും ആദ്യം അതെ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, മിസ്റ്റർ അഭിലാഷ് മോഹൻ, കോൺഗ്രസിൻ്റെ പ്രതിനിധി, ഇടതുപക്ഷ പ്രതിനിധിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, RJDയോടൊക്കെ പറയാനുള്ളത്, ഗോപാലകൃഷ്ണൻ കാശ്മീരിൽ നിന്ന് ആളെ ഇറക്കിയിട്ടല്ല ബീഹാറിൽ ജയിച്ചത്. അത് ഒന്ന് സമ്മതിക്കണം. ഇനി ഞാൻ അടുത്ത വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആളെ ഇറക്കിയിട്ടാണ് ഇവിടെ ജയിച്ചത്, ബീഹാറിൽ ജയിച്ചതെന്ന് പറയരുത്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ആരോപണം രാഹുൽ ഗാന്ധി പറയില്ല എന്ന് വിചാരിക്കാം. കാരണം ഇപ്പം തന്നെ ഇവിടുത്തെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞു തുടങ്ങി, തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്, BJPയുടെ വിജയമല്ല ഇത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജയമാണെന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പണ്ട് BJP ജയിച്ചപ്പോൾ, നരേന്ദ്രമോദി ജയിച്ചപ്പോൾ, 1ാം വട്ടം ജയിച്ചു കഴിഞ്ഞ് 2ാം വട്ടം ജയിക്കുമ്പോൾ മിഷനായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന വോട്ടിംഗ് മിഷൻ. അത് തകരാറാണ്. എവിടെ കുത്തിയാലും BJP താമര. അതായിരുന്നു ആരോപണം. ആ ആരോപണത്തെക്കുറിച്ച് അഭിലാഷ് മോഹൻ അടക്കമുള്ള നമ്മൾ കുറേ ചർച്ച ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞു, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളല്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കും. അത് കഴിഞ്ഞ് കുറേ സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചപ്പോൾ പിന്നെ മിഷൻ അങ്ങ് മാറി. പിന്നെ മഹാരാഷ്ട്ര ലെവലാണ്. അതായത് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് BJPയെ ജയിപ്പിക്കുക, അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നു. അത് സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടതോടുകൂടിയിട്ട് ആ സാധനവും പോയി. ഇപ്പോൾ പുതിയ ഒരു ആരോപണമാണ്, ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉടനെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, കൊണ്ടുവരുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പം എന്നെ കാണിച്ചു കൊണ്ടുള്ള ആ ഒരു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ആ ഒരു കൃത്യമായിട്ടുള്ള അവതരണം, ആ അവതരണത്തിൽ ആ കോണ്ടസ്റ്റ് എന്താ? ആ കോണ്ടസ്റ്റ് അഭിലാഷിന് അറിയാലോ. ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് എന്താ, ഈ കോണ്ടസ്റ്റ് എന്താ എന്ന് മാത്രമല്ല, കേരളത്തിലെ മാതൃഭൂമി പോയോന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ചില ചാനലുകൾ ഈ 66 വോട്ട് തപ്പിപ്പോയി BJP അങ്ങ് തകർക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കസേരയിട്ട് 66 പേര് ഇരിക്കുന്നുണ്ട് ഒരു വീട്ടിൽ. അത് കഴിഞ്ഞപ്പോൾ 166 പോയി, അവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രസീലിയൻ ലേഡിയെ തപ്പിപ്പോയി. അപ്പോൾ നോക്കിയപ്പോൾ ബ്രസീലിയൻ ലേഡിയുടെ ഫോട്ടോ ഉണ്ട്, അത് ശരിയാ, പക്ഷെ ലേഡി അവിടെ ഉള്ളതാണ്. ഈ പറഞ്ഞതിലൊന്നും, രാഹുൽ ഗാന്ധി പറഞ്ഞതിലൊന്നും ഒരർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, വോട്ട് ചോരിയല്ല, വോട്ട് കോരിയോ വോട്ട് വാരിയോ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, BJP സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അഭിലാഷേ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷം ശക്തമാവണം. എനിക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടൊക്കെ പറയുന്നു, വല്ല കൊള്ളാവുന്ന ആളെയും ഈ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാം. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഉദിക്കാത്ത സൂര്യനെ ഒരിക്കലും പ്രകാശിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഇനി അതിനെ കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 17 പേരുണ്ടായിരുന്ന കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഇപ്പോൾ എന്തായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ പോയിന്റിൽ ഞാൻ അവസാനിപ്പിക്കാം. നല്ലതാരോ ചെയ്തോ, നല്ലതാരാണോ ചെയ്യുന്നത്
ജനങ്ങൾക്ക് വേണ്ടി എന്താണോ നല്ലത് ചെയ്യുന്നത് അവരെ ആളുകൾ കൊണ്ടുവരും. അതാണ് 20 വർഷമായി നിതീഷ്. ആ നിതീഷ് 20 വർഷമായിട്ട് ബീഹാറിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഒരു ആൻറ്റി ഇൻകമ്പൻസി ഇല്ല. കാരണം എന്താ? പണം കൊടുത്തത് കന്നുകാലികളുടെ തീറ്റയിൽ വരെ കൈയിട്ട് വാരിയ ഒരു ജംഗിൾ രാജായിരുന്നു ബീഹാറിൽ. ആ ജംഗിൾ രാജിന് പകരം പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ അതിശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഭരണം നടത്തിയപ്പോൾ ആ ഭരണത്തിനെ ജനങ്ങളെ അനുകൂലിച്ചു. നോക്കൂ, പണ്ടൊക്കെ ബീഹാറിലെ ആളുകൾ ആ ഞാൻ ഇപ്പോൾ കഴിയണം, ഇപ്പോൾ തീർക്കട്ടെ, ഒരൊറ്റ പോയിന്റ് പറയാനുണ്ട്. ബീഹാറിലേക്ക് ആളുകൾ തലയിൽ വെള്ളം, സ്ത്രീകൾ തലയിൽ വെള്ളത്തിൻ്റെ കുടം വെച്ച് വരുന്ന ചിത്രം നമ്മളെല്ലാവരും കാണാറുണ്ട്. ദൂരേന്ന് മരുഭൂമിയിൽ നിന്നൊക്കെ അവിടെ എവിടെയൊക്കെയോ പോയി വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത്. ഇന്ന് അവരുടെ വീടിന് മുമ്പിൽ വെള്ളം, ഇന്നവരുടെ വീടിൻ്റെ മുമ്പിൽ ധാന്യം. ആ ധാന്യത്തിന് നികുതിയില്ല. GSTയിൽ ധാന്യത്തിൻ്റെ നികുതി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എല്ലാ അർത്ഥതലങ്ങളിലും ബീഹാറിൽ ജനങ്ങളുടെ ഹൃദയം പിടിച്ചു പറ്റിയവരെ ജനങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ അവിടെ ജംഗിൾ രാജാണെങ്കിൽ, ഞാൻ ആ പോയിന്റിൽ അവസാനിക്കുകയാണ്, ബീഹാറിൽ ജംഗിൾ രാജാണെങ്കിൽ കേരളത്തിൽ ടെമ്പിൾ രാജാണ്. ബീഹാറിൽ കാട്ടുകള്ളന്മാർ കൈയിട്ട് വാരിയെങ്കിൽ കേരളത്തിൽ ക്ഷേത്രക്കൊള്ളയാണ് നടക്കുന്നത്. അതുകൊണ്ട് ബീഹാറിലെ ജംഗിൾ രാജിനെ ഇല്ലാതാക്കിയ BJP കേരളത്തിലെ ഈ കാട്ടുകള്ളന്മാരുടെ ടെമ്പിൾ രാജും ഇല്ലാതാക്കും. അങ്ങനെ BJPക്ക് എല്ലാ അർത്ഥതലങ്ങളിലും ഭാരതം മുഴുവനും പടർന്ന് പന്തലിക്കാനുള്ള ഒരു ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിലെ, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം തരുന്നത്. അതാണ് ബഹുമാനപ്പെട്ട വളരെ വലിയ സ്വപ്നങ്ങളാണ് BJPയെ സംബന്ധിച്ച് ഈ വിജയം സമ്മാനിക്കുന്നത്. കോൺഗ്രസിനേക്കാൾ ഈ പരാജയത്തിന് ഉത്തരം പറയേണ്ടത് RJD ആണ്. ശ്രീ വർഗീസ് ജോർജ്, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച അതേ സെനാരിയോ ആണ്. നോക്കൂ, 75 സീറ്റ് ഉണ്ടായിരുന്ന RJD 25ലേക്കാണ് വീണിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ച് പറയാം എന്നതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദൾ എന്ന് എപ്പോഴും ഒരു കോർ വോട്ട് ബേസ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിലെ മുസ്ലിം വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇറോഷന് വിധേയമായിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവിടേക്ക് പുതിയ പ്ലേയേഴ്സ് കടന്നു വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കട്ടിംഗ് അക്രോസ് പൊളിറ്റിക്കൽ ലൈൻസ്, യൂത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു, 35-കാരനായ തേജസ്വിയുടെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഒരു യാദവ രാജു വരുമോ എന്ന് പേടിച്ച് ഒരു സാമുദായിക ഏകീകരണം ഉണ്ടായതായി തോന്നുന്നു. സംഭവിക്കാൻ കഴിയുന്ന എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും സംഭവിക്കുന്നു. ഒരു ദുസ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ശ്രീ വർഗീസ് ജോർജ്? തീർച്ചയായിട്ടും കനത്ത പരാജയം തന്നെയാണ്. ഒരു അപ്രതീക്ഷിതമായ ആഘാതമാണ്. NDA മുന്നണിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു മികച്ച വിജയം തേടിയതിന്. ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നത് വളരെ ഫോർമഡബിളായ ഒരു കോയിലീഷനായിരുന്നു NDA എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദളിതുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന LJD, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസിനെ, അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന JDU, താരതമ്യേന ഹൈകാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന BJP, ഇത് മൂന്നും കൂടെ ചേർന്നപ്പോൾ വളരെ ശക്തമായൊരു കോയിലീഷനായിരുന്നു. എന്നാൽ മറുവശത്ത് ഞങ്ങളുടെ കോയിലീഷൻ അത്ര ശക്തമായിരുന്നില്ല. പ്രത്യേകിച്ചും RJDക്ക് ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ വോട്ട് ബേസ് ഒന്നും പോയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 22% ഉണ്ടായിരുന്നു. ഈ നിയമസഭാ ഇലക്ഷന് 23%. അതിൻ്റെ വോട്ട് ബേസിൽ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ RJDയോടൊപ്പം വോട്ടുകൾ മൊബിലൈസ് ചെയ്യാനുള്ള കഴിവുള്ള പാർട്ടികൾ കുറവായിരുന്നു. ഞാൻ കോൺഗ്രസിനെ ഒരു തരത്തിലും കുറ്റം പറയത്തില്ല. കാരണം കോൺഗ്രസിൻ്റെ പെർഫോമൻസിനേക്കാൾ വളരെ മോശമാണ് ഇത്തവണ ഞങ്ങളുടെ സീറ്റുകളുടെ പെർഫോമൻസ്. പക്ഷേ BJPയിലെ NDAയിലെ ഘടകകക്ഷികൾ വോട്ടുകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നതിനുള്ള ശക്തിയില്ലാത്ത ഒരു കോയിലീഷനായിരുന്നു ഞങ്ങളുടേത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു 79% വോട്ട് അവിടെ എല്ലാ കാലത്തും ഉണ്ട്. മുസ്ലിംസ് വളരെ ആശ്രയിക്കുന്നത് കോൺഗ്രസിനെയാണ്. 2017 ലോക്സഭാ ഇലക്ഷനിൽ അവിടെ 49 സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ, പ്രതിപക്ഷം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് മാത്രമാണ് കിഷൻഗഞ്ചിൽ ജയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന് ചില പോക്കറ്റുകളുമുണ്ട്. ലെഫ്റ്റ് പാർട്ടീസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി നമുക്കറിയാം, ഇത് വളരെ താരതമ്യേന വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഒരു അൺഈക്വലായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നത്. തീർച്ചയായിട്ടും വളരെ ശക്തിയുള്ളൊരു ഫോർമഡബിൾ കോയിലീഷനും മഹാഗഠബന്ധൻ, പേരത്ര വലിയ മഹാഗഠബന്ധനാണെങ്കിലും ഒരു ഗ്രാൻഡ് അലയൻസ് ആണെങ്കിലും RJD കഴിഞ്ഞാൽ പിന്നെ വലിയൊരു മൊബിലൈസേഷന് പറ്റിയ പാർട്ടികൾ ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ ഇതത്ര പരിഹസിക്കേണ്ട കാര്യമൊന്നുമല്ല. ഒരു 6.15 മില്യൺ
ആളുകളെ, ആ 65 ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് ഗോപാലകൃഷ്ണൻ പോലും നിഷേധിക്കുന്നില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔപചാരികമായ തീരുമാനമായിരുന്നല്ലോ. അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പത്രക്കുറിപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ ഒരു 3 ലക്ഷം ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇലക്ഷൻ ഡിഫീറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ജനവിധി മാനിക്കുന്നു. പക്ഷേ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഒരു വലിയ പ്രതിസന്ധിയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കാലത്തും സോഷ്യലിസ്റ്റുകളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്ന ബീഹാറിൽ കൂടി ഇപ്പോൾ ആ സോഷ്യലിസ്റ്റുകളുടെ നിയോജകമണ്ഡലങ്ങളെ എല്ലാം ഇപ്പോൾ BJPയുടെ ഒരു ഹെജിമണി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അഭിലാഷേ, ഈ BJPയുടെ ഹെജിമണി മുറിച്ച് കടക്കണമെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ ഒരു പുനരീകരണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബീഹാറിലെ RJD 37 MP-മാരുള്ള മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, ഒറീസയിലെ നവീൻ പട്നായിക്ക്, കേരളത്തിലെ JDS, RJD ഇവരുടെ എല്ലാം കൂടി റീഅലൈൻമെൻറ്റിൽ കൂടി മാത്രമേ ഇപ്പോൾ ഈ സ്തംഭിച്ച് നിന്നുപോയ നമ്മുടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ പുനർജീവിപ്പിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക്. സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലാണ്. അദ്ദേഹം ബ്ലെയിം ഗെയിമിലേക്ക് പോകുന്നുമില്ല. നല്ല കാര്യം. ശ്രീ ജിൻഡോ ജോൺ, 6 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്തിരുന്ന സംസ്ഥാനമാണ് ബീഹാർ. വോട്ടർ അധികാർ യാത്ര നടത്തിയ ഇടമാണ് ബീഹാർ. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കെമിസ്ട്രി, ബ്രദർഹുഡ് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഇടമാണ് ബീഹാർ. തോൽക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെ തോൽക്കാമോ എന്നാണ് കോൺഗ്രസ്സുകാർ പോലും തലയിൽ കൈവച്ച് ചോദിക്കുന്നത്. എങ്ങനെ ഇത്ര വലിയൊരു പരാജയം? ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുമ്പേ രാഹുൽ ഗാന്ധി പ്രവചിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലാണ് മത്സരം നടന്നത്. അതുകൊണ്ടാണ് തോറ്റത്. കോൺഗ്രസ് ഇവിടെ തോറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് തോറ്റു എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാ? കോൺഗ്രസിനെ തോൽപ്പിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 65 ലക്ഷം മനുഷ്യരെ SIR-ിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ആരൊക്കെ ഒഴിവാക്കപ്പെട്ടത്? ആദിവാസികൾ, ദളിതർ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, കുടിയേറ്റ തൊഴിലാളികൾ, അതുപോലെ OBC-കൾ, EBC-കൾ. അതായത് പരമ്പരാഗതമായി കോൺഗ്രസിനും RJD-ക്കും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലുള്ള വോട്ടർമാരെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ 65 ലക്ഷം മനുഷ്യർ ഒഴിവാക്കപ്പെട്ടത് അവരിൽ പലരും, അതിൽ 100 കണക്കിന് പേർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ടില്ലെന്നറിയാം. അതായത് 1 വർഷം മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനുഷ്യർക്ക് ആക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ മനുഷ്യരുടെ വോട്ട് വെട്ടിമാറ്റിക്കൊണ്ട് BJP നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിടെ നേരിട്ട് നടപ്പാക്കിയത്. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബീഹാറിലെ ജനവിധിയെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഒരു സാമാന്യ ബുദ്ധിക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആണെന്നുള്ള അല്പം സാമാന്യ ബോധമുള്ള ആർക്കും തോന്നുമല്ലോ. 20 വർഷത്തെ മികച്ച നേട്ടത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ. വികസനത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ പറയുന്ന എല്ലാ വികസനത്തെയും അംഗീകരിച്ചു തരാം. പക്ഷേ ഇതേ മാതൃഭൂമി ചാനലിന്റെ മോട്ടോർ സൈക്കിൾ ഡയറിയുമായിട്ട് നടന്ന ആ മാധ്യമ പ്രവർത്തകൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ബീഹാറിലെ വികസനം, വെളിയിട വിസർജന നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടി സ്വച്ഛ ഭാരത് നടപ്പാക്കിയ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഡബിൾ എഞ്ചിൻ സർക്കാർ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴിയരികിലാണ് കക്കൂസ് ഉപയോഗം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയണ്ട. ഇവിടെ വികസനത്തിനല്ല വോട്ട് കിട്ടിയത്. ഇവിടെ വോട്ട് കിട്ടിയത് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ ആരോപണം എന്താ? കാശ്മീരിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വോട്ട് കൊണ്ടെന്നല്ല വിജയിച്ചത്, അതിന് നേരം കിട്ടിയില്ലെന്ന്. ചിലപ്പോൾ കാശ്മീരിൽ നിന്നായിരിക്കില്ല. നേരത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഇത് ചിലപ്പോൾ അർജന്റീനയിൽ നിന്നായിരിക്കും. അർജന്റീനയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളാണോ എന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട ആക്ഷേപമുള്ളത് ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ 7,42,42,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നെങ്കിൽ വോട്ടെണ്ണുമ്പോൾ അത് 7,45,00,000 വർദ്ധിക്കുന്നു. അതല്ല അതിലെ ഏറ്റവും വലിയ തമാശ. 66% മാത്രം ആളുകളാണ് അത്ര വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3-4 കോടി ആളുകളുടെ വോട്ട് എങ്ങനെ അധികം വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഇത് ക്ലിയർ കേസ് ഓഫ് വോട്ട് ചോരിയാണെന്നുള്ള സംശയം നിലനിൽക്കുന്നു. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ? കോൺഗ്രസ് പലവട്ടം തോറ്റിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ഇവിടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അന്ന് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും 30-20 കൊല്ലം ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സംശയമുണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോറ്റിട്ടുണ്ട്. സംശയമുണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ തോൽവിയല്ല ഇവിടുത്തെ സംശയം. നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കിക്കൊണ്ട് BJPക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം
നടത്തുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉണ്ടവിഴിഞ്ഞ് ഒളിവിൽ പോകുന്നു. ആ സമയത്ത് നിങ്ങൾ പറയുക നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഉദിക്കാത്ത സൂര്യനാണ് രാഹുൽ ഗാന്ധി എന്ന്. ഉദിക്കാത്ത സൂര്യനായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി നൂറുകണക്കിന് പത്രക്കാരുടെ മുമ്പിൽ പരസ്യമായി വന്ന് വെല്ലുവിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഒറ്റ ഉത്തരം പോലും പറയാതെ അമാവാസി കണക്കെ ഒളിവിലിരിക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഒരു ഉത്തരം പറയാൻ തയ്യാറുണ്ടോ? ആ വാരാണസിയിലെ തെരഞ്ഞെടുപ്പിനെ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഹരിയാനയിൽ വോട്ട് ചെയ്ത മനുഷ്യരാരാണ്? വോട്ടിംഗ് കഴിഞ്ഞിട്ട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും വോട്ടിംഗ് മെഷീനിൽ പെറ്റുപെരുകുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാർ ആരാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല. SIR റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ ചെല്ലുന്ന സാഹചര്യത്തിൽ വോട്ട് നഷ്ടപ്പെട്ട മനുഷ്യർ കോടതി വരാന്ത കയറി നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കോടതി മുമ്പിൽ പറയുമ്പോൾ പോലും അത്തരം കേസുകൾ കേൾക്കാൻ പോലും നേരമില്ലാതെ മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ സംശയത്തിന് വലിയ രീതിയിലുള്ള ഇടം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾ ജയിച്ചതല്ല, നിങ്ങൾ മോഷ്ടിച്ചെടുത്ത മറ്റൊരു വിജയം മാത്രമാണ്. ശരി, എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും മറ്റും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രതികരണം ലഭ്യമല്ല. അവരെന്തു പറയുന്നു എന്ന് കേൾക്കാം. പക്ഷെ മനോജ് മേനോൻ, എന്തുകൊണ്ട് ഇത്ര വലിയ വിജയം NDA നേടി എന്നും എന്തുകൊണ്ട് ഇത്ര വലിയ തോൽവി മഹാഗഠബന്ധൻ ഏറ്റുവാങ്ങിയെന്നും താങ്കൾ മനസ്സിലാക്കുന്നു? അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരു പ്രോ ഇൻകംബൻസി വേവ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും തന്നെ, ആരും മഹാഗഠബന്ധൻ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല. എക്സിറ്റ് പോളുകളും അങ്ങനെ തന്നെയുള്ള സൂചനയാണ് നൽകിയിരുന്നത്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു വിജയം നേടാൻ ഈ NDAക്ക് കഴിഞ്ഞു? ഇപ്പോൾ ഈ മഹാഗഠബന്ധനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ ആരോപണങ്ങളെല്ലാം ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ ഒഴിവായി പോകുന്ന സാഹചര്യമുണ്ടോ? അഭിലാഷ്, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ ജനവിധിയെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് പോലെ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തലോ വായിക്കലോ അത്ര എളുപ്പമല്ല. വളരെ സങ്കീർണമായ ഒരുപാട് അടരുകളുള്ള ഒരു രാഷ്ട്രീയമാണ് ബീഹാറിനകത്തുള്ളത്. മാത്രമല്ല അടിമുടി രാഷ്ട്രീയമുണ്ട്. ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായ രാഷ്ട്രീയവും അത് പ്രകടിപ്പിക്കുന്നതിന് മടിയുമില്ലാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ. അതുപോലെ തന്നെ ജാതിഘടന, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ജാതിഘടന ഒരുപക്ഷെ UPയേക്കാൾ ഉപരി ഏറ്റവും വലിയ നിർണായകമായി മാറുന്ന സംസ്ഥാനമാണ് ജാതിഘടന. ജാതിഘടനയുടെ അടിത്തറയാക്കി മാത്രമാണ് അവിടെ ഏത് രാഷ്ട്രീയ പ്രക്രിയകളും ഏത് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാതിഘടനയും അവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്. അത് മറച്ചുവെക്കപ്പെടുന്ന ഒരു ഘടകം കൂടിയല്ല. അപ്പം അതുകൊണ്ട് ജാതിഘടനയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും അതിന് മുകളിലേക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ് അത് ചെയ്യുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ജാതിഘടനയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും അതിന് മുകളിലേക്ക് മറ്റ് കാർഡുകൾ പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ബീഹാറിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവും. അത് ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വിജയം നേടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 10-20 വർഷത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി. ഇക്കുറിയും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജാതി ഘടനയെ സമർത്ഥമായിട്ട് വിനിയോഗിക്കുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ OBC, EBC, അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഉൾപ്പിരിവുകളുണ്ട്. നമുക്ക് ഹിന്ദു വിഭാഗത്തിൽ തന്നെ 300-ലേറെ ഉപജാതികളുണ്ട്. ബീഹാറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജാതി മാത്രമല്ല, ഉപജാതികളുമുണ്ട്. ഈ ഉപജാതികളുടേതായ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടേതായ നേതാക്കളുണ്ട്, അവർക്ക് അവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അപ്പോൾ ഇത്തരം സങ്കീർണതകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ബീഹാറിന്റെ ജനവിധിയെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജാതി ഘടന എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത മറ്റു വിഷയങ്ങൾ, അതായത് വികസന വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ക്ഷേമ പദ്ധതികൾ, അല്ലെങ്കിൽ മറ്റ് വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഇപ്പോൾ 125 യൂണിറ്റ് വരെ വൈദ്യുതി, ഈ സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ചതാണെങ്കിലും മറ്റ് തുടർന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളും എല്ലാ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് ബീഹാറിലും വളരെ വ്യക്തമാണ്. ബീഹാറിലും ഈ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മത്സരം തന്നെ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ വിഷയമാണ്. ഈ വികസന വിഷയങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയ വിഷയങ്ങളൊന്ന് തൊഴിലും തൊഴിലില്ലായ്മയും അതുപോലെ തൊഴിലാളികളുടെ കുടിയേറ്റവുമാണ്. അതിനെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ രണ്ട് മുന്നണികൾ നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 1 കോടി തൊഴിൽ നൽകുമെന്ന് NDA പറഞ്ഞപ്പോൾ ഒരു വീട്ടിലെ ഒരാൾക്ക് വീതം തൊഴിൽ നൽകുമെന്നായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനങ്ങളുടെ പ്രായോഗികതയും അപ്രായോഗികതയും ഒരേപോലെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്ഷേമ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ സെപ്റ്റംബറിൽ 1.25 കോടി സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകിയിട്ടുള്ള ക്ഷേമ പദ്ധതി യഥാർത്ഥത്തിൽ അതൊരു വോട്ട് ആകർഷണ നടപടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം ക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നിരവധി പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി സമവാക്യങ്ങൾക്ക് പുറമെ ഇത്തരം കാർഡുകൾ അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം.
ഇത്തരത്തിലൊരു വലിയൊരു വേവ് ബീഹാറിൽ ദൃശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഘടകത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത്. ബീഹാറിനെ നമുക്ക് ഒറ്റ വായനയിൽ വായിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ബീഹാറിന്റെ രാഷ്ട്രീയം സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പുറമേ ശാന്തമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അന്തർനാടകങ്ങൾ അല്ലെങ്കിൽ അന്തർധാരകൾ അല്ലെങ്കിൽ ഉള്ളടക്കത്തിൽ വളരെ ഗഹനമായ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടന്നിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയകൾ അവിടെ നടന്നിരുന്നു എന്ന് തന്നെയാണ് അതിനകത്ത് വ്യക്തം. NDAക്ക് എഡ്ജ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബീഹാറിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ NDAക്ക് കൃത്യമായി എഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു വേവ് നടക്കുന്നത് പുറത്ത് നിന്ന് നമുക്ക് അത്രയധികം വീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അന്തർതലത്തിൽ, കാരണം അടിമുടി രാഷ്ട്രീയമുണ്ട്, ഓരോ വ്യക്തിക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഓരോ സമൂഹത്തിനും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ല, വ്യക്തമാക്കുന്നതിൽ യാതൊരു മടിയുമില്ല. ആ ഒരു നിശബ്ദ പ്രക്രിയ അവിടെ അതിനകത്ത് നടന്നിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇപ്പം നേരത്തെ ചർച്ച പോലെ SIR പോലെയുള്ള വിഷയങ്ങൾ വീണ്ടും അക്കാഡമിക്കലായിട്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അക്കാഡമിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SIR പോലെയുള്ള അതിഗഹനമായ അക്കാഡമിക് വിഷയങ്ങൾ പിന്നെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കളത്തിൽ വലിയ പ്രചരണ വിഷയങ്ങളായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതായത് ഇതൊരു അക്കാഡമിക് സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബീഹാറിനെ പോലുള്ള ദൈനംദിന ജീവിതത്തിന്റെ ദൈനംദിന സങ്കടങ്ങൾ പങ്കിടുന്ന, അന്നത്തെ വരുമാനത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു താത്വിക വിഷയം ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു പര്യാപ്തത എത്തിയിട്ടില്ല എന്ന് വേണം അതിൽ നിന്നും അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ SIR പോലുള്ള ഒരു വളരെ ആ വിഷയം ഉന്നയിച്ചത് എത്ര കണ്ട് ശരിയായി എന്നുള്ള ഒരു ആത്മപരിശോധന ഇനിയുള്ള ഘട്ടത്തിൽ നടത്താവുന്നതുമാണ്. ഒരു ഇടവേളമാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ചർച്ചയിലേക്ക് വീണ്ടും എനിക്ക് തോന്നുന്നു നമുക്ക് വാദപ്രതിവാദങ്ങളെക്കാൾ അനാലിസിസിനായിരിക്കും ഈ രാത്രി കൂടുതൽ പ്രസക്തി എന്ന്. ശ്രീ ഗോപാലകൃഷ്ണൻ, BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 101 സീറ്റ് മത്സരിച്ചിട്ട് 90 സീറ്റ് നേടി. വളരെ ഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോഴും ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് തനിച്ചു ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനമല്ല ബീഹാർ. അത് ഉത്തർപ്രദേശ് പോലെ, മധ്യപ്രദേശ് പോലെ, ഛത്തീസ്ഗഡ് പോലെ ഉള്ള ഒരു സംസ്ഥാനമേ അല്ല ബീഹാർ എന്ന സവിശേഷത അവിടെ നിലനിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് കോയലേഷൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പർ കാസ്റ്റ് വോട്ടുകൾ വളരെ കൂടുതലായി BJPക്ക് കിട്ടും. EBC വോട്ടുകളും അതുപോലെ തന്നെ മഹാദളിത് വോട്ടുകളും JDUവിന് കിട്ടും. മഹാദളിത് വോട്ടുകൾ ക്യാച്ച് ചെയ്യാൻ മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, HAM ഉണ്ട്, കുശ്വാഹയുടെ പാർട്ടിയുണ്ട് കൊയ്രി വോട്ടുകൾ കളക്ട് ചെയ്യാൻ, LJP ദളിത് വോട്ടുകൾ കളക്ട് ചെയ്യും. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോയലേഷൻ. അതിൽ തന്നെ BJPയെ പോലെ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ JDUവും LJPയും അവിടെയുണ്ട്. അപ്പുറത്ത് RJDക്ക് ഇതേ മട്ടിൽ പിന്തുണ നൽകാൻ പര്യാപ്തമായ ഘടകകക്ഷികൾ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു അൺഈവൻ ഫൈറ്റ് ആയിരുന്നു. കൂടുതൽ ശക്തമായ ഒരു ഫോർമിഡബിൾ ബ്ലോക്കായ NDA വിജയിച്ചു ഒരു നല്ല മത്സരത്തിൽ എന്നുള്ളതല്ല ഇതിന്റെ ഒരു ശരിയായ വിലയിരുത്തൽ. അല്ല, നിങ്ങൾ എങ്ങനെ വേണേലും വിലയിരുത്തിക്കോളൂ. ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ പോലെ അത് എന്താ പറയുക, വോട്ട് വെട്ടി മാറ്റി വോട്ട് ചോരിയായിട്ടാണ് പലതരത്തിലുള്ള വിലയിരുത്തലുകളാവാം. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അവിടെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി ആൻറ്റി ഇൻകംബൻസിയെയും മറ്റ് പലതരത്തിലുള്ള ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ മാർജിൻ 202 കടക്കുക എന്ന് പറയുന്നത് ഒരു ഉജ്ജ്വലമായ പോരാട്ട വിജയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബീഹാർ എന്നൊക്കെ പറയുന്നത് എത്രയോ കാലം കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ മുഴുവനും കോൺഗ്രസിൻ്റെ കൈക്കുമ്പിളിലായിരുന്നു. 1980 BJP അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകസഭയിൽ 2 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ശാന്തമായി ആ 1980 നിന്ന് 10-44 വർഷം അല്ലെങ്കിൽ 10-40 വർഷം ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് ഞങ്ങളുടെ സംഘടനയെ വിപുലീകരിച്ച് ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത് ആ ഹൃദയത്തിനുള്ളിൽ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ മെല്ലെ 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 നേടിയ വിജയമാണ്. ഒരു ദിവസം കൊണ്ട് നേടിയ വിജയമല്ല. അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതിൽ ജാതി ഉണ്ടാവാം, മറ്റു പലതും ഉണ്ടാവാം. അത് ബീഹാർ എന്ന് പറയുന്നത് ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ്. കോൺഗ്രസ് ഇതുവരെ ജയിച്ചതും അവിടെ ലുല്ലു പ്രസാദ് യാദവ് ജയിച്ചതും എല്ലാം ഇതേ ഒരു കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ ഇതേ ഒരു കാഴ്ചപ്പാടിലോ ആണ്. അതുകൊണ്ട് BJP ഒറ്റക്കല്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ BJP എന്ന് പറയുന്നത് NDA മുന്നണിയാണ്. NDA ഉജ്ജ്വലമായ വിജയം നേടുകയാണ് ചെയ്തത്. ഇനി 2-3 കാര്യങ്ങൾ കൂടി പറയാൻ അനുവദിക്കണം. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ RJDയുടെ ശ്രീ വർഗീസ് ജോർജ്.
അദ്ദേഹത്തിൻ്റെ അനാലിസിസും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഞാൻ സശ്രദ്ധം വീക്ഷിക്കാറുണ്ട്. വളരെ പക്വതയോടുകൂടി വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം ഇന്ന് പറഞ്ഞു സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം ഉണ്ടാവണം. എനിക്ക് ബഹുമാനപ്പെട്ട വർഗീസ് ജോർജിനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് സാർ സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം ഉണ്ടാവുക? കള്ളന്മാരുമായി യോജിക്കാൻ സോഷ്യലിസ്റ്റ് നേതാവ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല സോഷ്യലിസ്റ്റ് നേതാവ് എന്ന് ഞാൻ വിചാരിക്കുകയും ഒരു പരിധിവരെ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാം മനോഹർ ലോഹ്യ. ഞാൻ രാം മനോഹർ ലോഹ്യയെ ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ രാം മനോഹർ ലോഹ്യയുടെ കടുത്ത എതിരാളി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. രാം മനോഹർ ലോഹ്യയുടെ രാഷ്ട്രീയത്തിന് എന്നും അദ്ദേഹം എതിർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരാണ്. നിങ്ങൾ ഇന്നത്തെ സോഷ്യലിസ്റ്റുകൾ അന്ന് രാം മനോഹർ ലോഹ്യ ജനസംഘവുമായി ഒരുമിച്ച് പോകണം എന്നുവരെ രാം മനോഹർ ലോഹ്യ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സമ്പൂർണ്ണ കൃതികളിൽ അത് മുഴുവനും വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെങ്ങനെ ഏകീകരണം ഉണ്ടാക്കാൻ പറ്റും? അങ്ങ് പറഞ്ഞു ഒരു പുനരേകീകരണം സോഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കണം. നിങ്ങൾ രാം മനോഹർ ലോഹ്യ അടക്കമുള്ളവരുടെ സോഷ്യലിസ്റ്റ് ചിന്തയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ നിന്നോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അവർക്ക് വേണ്ടിയാണ് നാം സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് BJPയോടൊപ്പം പോകേണ്ടി വരും. കാരണം നിങ്ങൾ BJPയെ അയിത്തം കൽപ്പിക്കുന്നത് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷെ പാവപ്പെട്ടവന് വെള്ളം കൊടുക്കാനും, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാനും, പാവപ്പെട്ടവന് വീട് കൊടുക്കാനും, പാവപ്പെട്ടവന് കക്കൂസ് കൊടുക്കാനും, പാവപ്പെട്ടവന് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനും ഒക്കെ ഇന്ന് തയ്യാറായിട്ടുള്ള പാർട്ടി BJPയാണ്. അതുകൊണ്ട് താങ്കളുടെ സോഷ്യലിസ്റ്റ് ഏകീകരണം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചേരിയിൽ നിന്നിട്ട് സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒറ്റ വരി കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കോൺഗ്രസിൻ്റെ നേതാവ് സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ആ പരാജയത്തിലൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതത്തിൽ അദ്ദേഹം വല്ലാതെ നെർവസാണ്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്രാവശ്യം ബീഹാറിൽ ജയിച്ചത് എന്നാൽ വോട്ടിംഗ് മെഷീൻ്റെ താമര വരുന്ന വോട്ടിംഗ് മെഷീൻ ആണ് എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതെന്താ പറഞ്ഞത്? ബീഹാറിൽ SIR ആണ് ഇതിന് കാരണം. കുറേ ആളുകളെ വോട്ടിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നാളിതുവരെ നിങ്ങൾ ജയിച്ചത് ബംഗ്ലാദേശി പൗരന്മാരെ കൊണ്ടാണോ? നാളിതുവരെ ജയിച്ചത് മ്യാൻമറിലെ പൗരന്മാരെ കൊണ്ടാണോ? സുപ്രീം കോടതിയിൽ പോയില്ലേ? സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു പൗരന്, ഇവിടുത്തെ ഈ ബീഹാറിലെ ഈ ഇന്ത്യൻ പൗരന്, ബീഹാറിൽ താമസിക്കുന്നവന് ഏതെങ്കിലും ഒരാളുടെ പേര് കൊണ്ടുപോവാ വോട്ട് കിട്ടാത്തത് ഞങ്ങൾ നോക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് എന്തേ കോൺഗ്രസ്സുകാരും പോയില്ല? എന്തേ ബീഹാറിലെ ആരും ചെന്നില്ല? ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ SIR? ഇല്ലല്ലോ. നിങ്ങൾ മാറി നിൽക്കല്ലേ. ഇപ്പം നാളെ കേരളത്തിൽ SIR നടത്തി കഴിഞ്ഞാൽ BJP SIR നടത്തി അതിൽ വോട്ട് മുഴുവൻ വെട്ടിമാറ്റിയത് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? നിങ്ങളൊരു കാര്യം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലോ സുപ്രീം കോടതിയിലോ കേസ് കൊടുക്ക്. ഒന്നും ചെയ്യൂല, ഒരു വസ്തു ചെയ്യൂല. എന്നിട്ട് ഒരു മാനസിക വിഭ്രാന്തി പോലെ വന്ന് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ജില്ലോ കുറച്ചുകൂടെ അക്കാഡമിക്കായിട്ട് സത്യസന്ധമായിട്ട് പറയാം, ഞങ്ങൾ തോറ്റു, അതങ്ങ് അംഗീകരിക്കേ. അതാണ് അന്തസ്. ശരി, ഓക്കെ, അതാണ് BJPയുടെ നിലപാട്. ശ്രീ വർഗീസ് ജോർജ്, നോക്കൂ, ഇനിയിപ്പോൾ RJDയുടെ ഭാവി എന്തെന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഇന്നേ വരെ BJPയുമായി ഒരു ഘട്ടത്തിൽ പോലും കൈകോർത്തിട്ടില്ലാത്ത ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് RJD. മറ്റ് പല സോഷ്യലിസ്റ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചും അങ്ങനെ BJPയുമായി സഹകരിച്ച ഭൂതകാലമുണ്ടെങ്കിൽ RJD ഒരിക്കലും അതിന് തുനിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ കാര്യമുണ്ട്. പക്ഷേ RJD ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദുർബലപ്പെടുകയല്ലേ? 75 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 25ലേക്ക് പരിമിതപ്പെട്ടു എന്നുള്ളത് ഞാൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതല്ല. യാദവരുടെ മാത്രം പാർട്ടിയായി മാറിയാൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് എക്സ്റ്റൻസ് ഉണ്ടാവുക? മുമ്പ് MY കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മുസ്ലിങ്ങൾ കൂടുതൽ സ്വത്വരാഷ്ട്ര വാദം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സ്വത്വവാദം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി ഐക്യപ്പെടുകയാണ്. അവിടെ MIMന്റെ വിജയം ഒരു സൂചനയാണ്. അതുപോലെ ഓരോ സമുദായത്തിനും ഓരോ പാർട്ടി എന്നുള്ള നിലയിൽ, OBC വിഭാഗങ്ങളിലെ ഓരോ കാസ്റ്റിനും ഓരോ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ഫ്രാഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു യാദവ പാർട്ടി എന്നുള്ള എക്സിസ്റ്റൻസിന് അപ്പുറത്ത് എന്ത് നിലനിൽപ്പുണ്ട് RJDക്ക്?
ശരിയാണ് അഭിലാഷ്, നമ്മുടെ അജണ്ടകളും നയങ്ങളും പുനഃപരിശോധിക്കേണ്ട സമയമായി. ഇവിടെ പറഞ്ഞ പോലെ ഒരു കാസ്റ്റ് ബേസ്ഡ് മൊബിലൈസേഷനാണ് നടന്നത്. ഏറ്റവും അധസ്ഥിതരും പാവപ്പെട്ടവരുമായ ആളുകളെ, ജാതിയുടെ പേരിൽ പുറന്തള്ളപ്പെട്ടവരെ സ്വയം സജ്ജീകരിച്ച് ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതപര്യന്തമുള്ള നയം. പക്ഷേ ഇനിയും ആ കാസ്റ്റ് മൊബിലൈസേഷൻ അപ്പുറത്തെ അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു പോളിറ്റിക്സിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഞാനിത് വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്, വളരെ സ്വയം വിമർശനത്തോടെയാണ്. മനോജ് മേനോൻ സാറ് പറയുണ്ടായി മനുഷ്യൻ്റെ ദൈനംദിന സങ്കടങ്ങളെക്കുറിച്ച് ബീഹാറിൽ. അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്. 15 വർഷം ഞങ്ങൾ ബീഹാർ ഭരിച്ചു. ഭൂപരിഷ്കരണം നടപ്പാക്കിയോ? ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കാത്ത ഒരു സ്റ്റേറ്റ് ബീഹാറാണ്. ഡീസൻറ്റ് ഹൗസിങ്, അന്തസ്സുള്ള വീടില്ല, വിദ്യാഭ്യാസമില്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ല, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വളരെ ബില്ലുമാണ്, പോഷകാഹാരമില്ല, അനീമിക്കാണ്, അണ്ടർ വെയ്റ്റാണ് കുട്ടികൾ. അതുകൊണ്ട് NDAയുടെയോ BJPയുടെയോ കഴിഞ്ഞ 20 വർഷത്തെ ഭരണം മാത്രമല്ല, ഒരു കളക്റ്റീവ് ഫെയിലുവറാണ് ഇത്. നമ്മുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് ഫെയിലുവറാണ് ഈ ബീഹാറിനെ, ഗംഗാതടത്തിലെ ഏറ്റവും ശാദ്വലമായ കൃഷിഭൂമിയുള്ള ഈ ബീഹാറിലെ, ഇത്രയേറെ വിഭവങ്ങളുള്ള ബീഹാറിലെ മനുഷ്യരെ ഇത്ര ദയനീയമാക്കിയത്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അജണ്ട പുനർനിർണ്ണയിക്കണം. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാന്തസ്സോടുകൂടി മനുഷ്യർ ജീവിക്കുന്നതിനാവശ്യമായ പുതിയ അജണ്ടകൾ വെക്കണം. ലാൻഡ് റിഫോം വെക്കണം, ഭൂമിയുടെ പരിഷ്കരണം വെക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടാകണം, ആരോഗ്യം കൊടുക്കണം, എല്ലാവർക്കും നല്ല വീട് കൊടുക്കണം. ഒരു ആധുനികതയിലേക്ക് പോകുന്ന ഒരു അജണ്ട സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് പുനർനിർണ്ണയിക്കണം. ഇന്നും ജാതി രാഷ്ട്രീയത്തിൻ്റെ തടവറയിൽ കിടക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണനോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എനിക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷേ അതിലൊരു കറക്ഷൻ ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 2 സീറ്റിൽ ലോക്സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പടിപടിയായിട്ട് ശാന്തമായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ മുന്നേറി ഇപ്പോൾ രാജ്യം ഭരിക്കുന്നു. പക്ഷെ ആ ശാന്തമായി പ്രവർത്തിക്കുന്നതിനിടയിൽ രാജ്യത്തെ അശാന്തമാക്കിയിരുന്നു. 2 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്ന BJP 500 വർഷങ്ങളായിട്ട് മുസ്ലിമുകൾ ആരാധിച്ചിരുന്ന ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിനെ ചേർന്നുള്ള അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആ 2 സീറ്റിൽ നിന്ന് അവർ 110 സീറ്റിലേക്ക് വളർന്നു. അപ്പോൾ ആ പൊളിറ്റിക്സ് ഓഫ് ട്രാൻസിഷനിൽ ഒരു വർഗീയതയുണ്ടായിരുന്നു. ആ വർഗീയതയിലൂടെയാണ് ഒരു വശത്ത് ഒരു ഹാർഡ് വർക്ക് ഞാൻ സമ്മതിക്കുന്നു. വളരെ വളരെ ഒരു അശ്രാന്ത പരിശ്രമം നടത്തിയ BJP അവരുടെ ഹാർഡ് വർക്ക്. പക്ഷേ മറുവശത്ത് അതിൻ്റെ ഐഡിയോളജി, ദി കമ്മ്യൂണിസം ഹാസ് ബിക്കം ദ ഡോമിനൻ്റ് ഐഡിയോളജി. ഇങ്ങനെ വർഗീയത ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിക്കൂടിയാണ് ഈ ഒരു വളർച്ച ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ശരി, ആ വിമർശനത്തിന് പ്രസക്തിയുണ്ട്. ഗാന്ധിയൻ സോഷ്യലിസം ആയിരുന്നു 1980-ൽ BJP രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആശയമായി സ്വീകരിച്ചത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ 2 സീറ്റ് കിട്ടിയത്. പിന്നീട് രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷമാണ് 1989 ആകുമ്പോഴേക്ക് ആ സീറ്റ് നില വർദ്ധിക്കുന്നത് എന്നുള്ളത് ശരിയായിട്ടുള്ള, അതായത് ആ ട്രാക്ക് മാറ്റിയതിന് ശേഷമാണ് ക്ലച്ച് പിടിച്ചത് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ട അതൊരു സൗകര്യമാണ്. പക്ഷേ നോക്കൂ, ഇവിടെ 71.6% വനിതകൾ വോട്ട് ചെയ്തിരിക്കുന്നു. ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വനിതകളുടെ ടേൺ ഔട്ടാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് തോറ്റ 77 തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ വനിതകളും പുരുഷന്മാരും തമ്മിലുള്ള അന്തരം 23.17% എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ് വനിതാ വോട്ടിംഗ്. ബീഹാർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിന്നാക്കമായി നിന്നിരുന്ന സംസ്ഥാനമാണ്. ബിമാരു സ്റ്റേറ്റുകളുടെ ബി എന്ന് പറയുന്നത് ബീഹാറല്ലേ? 17 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനം പരമ്പരാഗതമായി തന്നെ അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. നേരത്തെ അനൂപ് ദാസിന്റെ യാത്രയെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. നിതീഷ് കുമാർ 2005 അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെ 2,70,000 പാരാ ടീച്ചർമാരെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രയും അലമ്പായ അവസ്ഥയിലാണ്. ഇന്നും ഒരുപാട് മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വനിതകൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നു. ടീച്ചിങ് ഫീൽഡിൽ 50% സംവരണം ഏർപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന 10,000 രൂപ ഒരു വനിതയുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബീഹാറിലെ വനിതയ്ക്ക് അത് വലിയ വലിയ കാര്യമാണ്. 1.25 കോടി ജനങ്ങൾ ആ പദ്ധതിയിൽ എൻറോൾ ചെയ്ത് 10,000 രൂപ വാങ്ങിച്ച് ഒരു സംരംഭം തുടങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. ഇതൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. വെൽഫെയർ പോളിസീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ബീഹാർ. ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ണടച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ തോൽപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടുമോ നമുക്ക്?
അഭിലാഷിന്റെ ചോദ്യത്തിൽ ഒരു പകുതി ശരിയുണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറയുന്നത്. പകുതി ശരിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവിടെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയും ഒവൈസിയുടെ പാർട്ടിയും ഒക്കെ കൃത്യമായിട്ട് മത്സരിച്ച് അവിടുത്തെ സർക്കാർ വിരുദ്ധ വോട്ടുകളെ വിഭജിക്കുന്നതിൽ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ടുണ്ട്. അതുകൂടാതെ താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1,21,00,000 സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ അതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞ ആളുകളുള്ള സംസ്ഥാനമാണ് BJP എന്ന് പലവട്ടം പലരും പറഞ്ഞിട്ടുള്ളതാണ്, പല നിരീക്ഷകരും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക, അവരാരെയും മോശക്കാരായി പറയുന്നതല്ല. ആ സംസ്ഥാനത്തെ മനുഷ്യരുടെ ഗതികേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞല്ലോ, സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനമൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്നാണ് BJP പ്രഖ്യാപിക്കുന്നത്, ഈ NDA സഖ്യം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് BJPക്കും NDAക്കുമാണ്. അപ്പോൾ 10-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുമോ 9-ാം തീയതി ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമോ സ്വാഭാവികമായിട്ടും അതൊക്കെ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ജാതി രാഷ്ട്രീയം അതൊക്കെ അവിടെ എഫക്റ്റഡ് ആയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ 2 തരത്തിലുള്ള വോട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഒന്ന്, യഥാർത്ഥ മനുഷ്യർ ക്യൂ നിന്ന് വോട്ട് ചെയ്തത്. അങ്ങനെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത മനുഷ്യരിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകാം, ഒരു സംശയവുമില്ല. സ്വാധീനിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം, അതുകൊണ്ടാണല്ലോ അവരതൊക്കെ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം, SIR-ലൂടെ വെട്ടിമാറ്റപ്പെട്ട മനുഷ്യർ, ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റ തൊഴിലാളികൾ, അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ അവർ വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് അത് ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ടത്, നേരിട്ട് വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത മനുഷ്യർ മാത്രമല്ല, അല്ലാതെയും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഒരു സംശയമുണ്ട്. എന്തുകൊണ്ടാ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒക്ടോബർ 6-ാം തീയതി ഈ 6-ാം തീയതിയിലെ ഫൈനൽ വോട്ടർ പട്ടിക പ്രകാരം 7,42,00,000 വോട്ടർമാരുണ്ടായിരിക്കുക. ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ 7,45,00,000 വോട്ടർമാരായിട്ട് വോട്ട് ചെയ്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ പോലും 3 ലക്ഷം വോട്ടർമാരുടെ എണ്ണം കൂടുതലുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് 66% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. എങ്കിൽ 4 കോടി ആളുകളുടെ പോളിംഗേ നടന്നിട്ടുള്ളൂ. ബാക്കി 3 കോടിയോളം മനുഷ്യർ ആരാണ് വോട്ട് ചെയ്തത്? അവരെങ്ങനെയാണ് വോട്ട് ചെയ്തത്? പല സ്ഥലത്തെയും CCTV വെബ് ടെലികാസ്റ്റിംഗ് ഇല്ലാതാക്കപ്പെട്ടു. അപ്പോൾ ഇത് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത മനുഷ്യരെ സ്വാധീനിക്കാൻ വേണ്ടി ജാതി ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പോളിസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്വാധീനിക്കാൻ പല വഴികൾ ശ്രമിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. അവിടെ ജാതിയും മതവും വർഗീയത ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്ത മനുഷ്യരുടെ വോട്ടിനേക്കാൾ കൂടുതൽ അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം, ആ ഒരൊറ്റ ചോദ്യത്തെ അഡ്രസ് ചെയ്യണമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണെങ്കിൽ എങ്കിൽ അങ്ങനെ പറയണം. അല്ലെങ്കിൽ പറയണം അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള നമ്മുടെ സാമാന്യ സംശയത്തെ പിന്തുണയ്ക്കുന്നതാണ് ഈ രേഖകളൊക്കെ. ഇനി ഒരു കാര്യം കൂടി, ഏറ്റവും അവസാനം ഇവരെങ്ങനെ സമ്മതിച്ചു തരുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കള്ളവോട്ടാണ്, വല്ലവന്റെ വീട്ടഡ്രസ്സിൽ കള്ളവോട്ടാണ് ചേർത്തതെന്നും ആ വോട്ട് ചെയ്തതെന്നും നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരുള്ള RSS-കാരൻ വന്ന് വോട്ട് ചേർത്തല്ലോ, മലപ്പുറത്തെ BJP-കാരൻ വന്ന് വോട്ട് ചേർത്തല്ലോ, വോട്ട് ചെയ്തു. കാശ്മീരിൽ നിന്ന് വരെ വോട്ട് കൊണ്ടുവന്ന് ചേർക്കും, വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചത് ഇതേ ഗോപാലകൃഷ്ണൻ തന്നെയല്ലേ? അപ്പൊ ഇതൊക്കെ ഇവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അതൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പൊ അത്തരം മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് മാത്രമല്ല, വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട്, SIR പദ്ധതിയിലൂടെ 65 ലക്ഷം മനുഷ്യരെ ഒഴിവാക്കുന്നു, പിന്നീട് 20 ലക്ഷം പേരെ കൂട്ടിച്ചേർക്കുന്നു. ആരെയാണ് കൂട്ടിച്ചേർത്തത് അതുപോലും പറയുന്നില്ല. ഇനി ഗോപാലകൃഷ്ണന്റെ ആരോപണം കൊണ്ട് കോടതിയിൽ പോയിക്കൂടെന്ന്, കോടതിയുടെ മുമ്പിൽ, സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുക SIR-മായി ബന്ധപ്പെട്ട കേസ്. അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, മരണപ്പെട്ടവരെന്ന് പറഞ്ഞ് കള്ള സത്യവാങ്മൂലത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്ന് കോടതി വരാതെ കയറി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി അഭിലാഷോട് ഒരു ചോദ്യം കൂടി എനിക്ക് തിരിച്ച് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴൊക്കെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇതുപോലെ കോൺഗ്രസ് പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം കുത്തിയിരുന്ന് കിലോ കണക്കിന് പേപ്പർ പഠിച്ച് അതിനുശേഷം ഒരുപാട് പണിയെടുത്ത്, രാവും പകലും പണിയെടുത്ത് വോട്ട് ചോരിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ട് നാളിതുവരെ റീസണബിൾ ആയിട്ടുള്ള സാമാന്യ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയാൻ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം ഗോപാലകൃഷ്ണ, ഞങ്ങൾ തോറ്റതിന്റെ പേരിൽ കരയുന്നില്ല. ഈ രാജ്യത്ത് ഒരുപാട് വട്ടം പരാജയപ്പെട്ട പാർട്ടിയാ കോൺഗ്രസ്, ഒരുപാട് വട്ടം യുദ്ധം ചെയ്ത പാർട്ടിയാ. നിങ്ങൾ ഒളിവിൽ ഇരുന്ന് ബ്രിട്ടീഷുകാർക്ക് ഒളിസേവ ചെയ്തപ്പോഴും ഞങ്ങൾ പോരാടി മരിച്ചവരുടെ പാർട്ടിയാ. അതുകൊണ്ട് തോൽവിയിലെ ഞങ്ങൾ പേടിപ്പിക്കുന്നില്ല. പിന്നെ സത്യമേവ ജയതേ എന്ന് നിരന്തരം പറയുന്ന ഒരു രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് സത്യം പറഞ്ഞാലും ആ സത്യത്തിന്റെ പുറകിൽ അണിനിരക്കുന്ന അവസാന കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരിക്കുന്നവരെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ വീണ്ടും സാധൂകരിക്കപ്പെടുക നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ സകല എക്സിറ്റ് പോളുകളെയും അതിലംഘിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പോലും ഒരു ന്യായീകരണം പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഈ റിസൾട്ട് വരുന്നത് കൃത്യമായി രാഹുൽ ഗാന്ധി ഈ
തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബീഹാറിലും സമാനമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഹരിയാനയിൽ സംഭവിച്ചതുപോലെ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ബീഹാറിലും സംഭവിക്കുമെന്ന്. അത് വാരാണസിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരും. ആ തെളിവുകളൊക്കെ വരുമ്പോ നിങ്ങളുടെ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒളിവിലിരിക്കേണ്ടി വരും, ഉത്തരം പറയാതെ. ശരി, ഓക്കെ. ശ്രീ മനോജ് മേനോൻ, കോൺഗ്രസും RJDയും എങ്ങനെ ഈ പരാജയത്തെ അതിജീവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിയാണ്, ബീഹാറിൽ സംഘടനാ സംവിധാനമില്ല. പക്ഷേ RJDയെ സംബന്ധിച്ച് അങ്ങനെയല്ല. RJD ശരിയാണ്, 2005 മുതൽ അധികാരത്തിന് പുറത്തായിരുന്നുവെങ്കിലും അവർ അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. കഴിഞ്ഞ തവണയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ RJDക്ക് കഴിഞ്ഞിരുന്നു. RJDയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെ ഈ പാർട്ടികൾ അതിജീവിക്കും? ഒപ്പം ഈ വോട്ട് ചോരി എന്ന കോൺഗ്രസിന്റെ ആരോപണം കാര്യമായി ഘടകകക്ഷികൾ അങ്ങനെ ബൈ ചെയ്യുന്നുമില്ലല്ലോ. അഭിലാഷ്, ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ജയിക്കേണ്ട ഒരു യുദ്ധമായിരുന്നു ബീഹാറിൽ നടന്നത്. രണ്ട് മുന്നണികൾക്കും യഥാർത്ഥത്തിൽ ജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ അവർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ട് മുന്നണികൾക്കുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം, ഇത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ഇത് കേവലം ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. ഇത് യഥാർത്ഥത്തിൽ രാജ്യം ഉറ്റുനോക്കിയ ഒരു ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരു ജനവിധിയും തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രത്തിലിരിക്കുന്ന മോദി സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന NDA സർക്കാർ മുൻകാലങ്ങളിലുള്ള പോലത്തെ ഒരു ഭരണ ഭദ്രതയിലല്ല നിലനിൽക്കുന്നത്. അത് JDU അതുപോലെ തന്നെയുള്ള മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് ആ സർക്കാരിന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും കേന്ദ്ര തലത്തിൽ പ്രതിഫലിക്കും. അത് മോദി സർക്കാരിന്റെ ആയുസ്സിനെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് NDAയുടെ സഖ്യം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഭദ്രമായി നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ബാധ്യതയായിരുന്നു JDUവിനും അതുപോലെ തന്നെ BJPക്കും ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളാണ് ഈ രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്ന് മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഭരണം തുടരുക, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ അല്ലെങ്കിൽ NDA സർക്കാരിനെ പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഒരു വിജയം BJPക്കും JDUവിനും അനിവാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് സമാനം തന്നെയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന RJDയുടെ നില. സംസ്ഥാന രാഷ്ട്രീയത്തിൽ RJDയുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ്, മഹാസഖ്യത്തിന്റെ നിലനിൽപ്പിനൊപ്പം തന്നെ പ്രധാനമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ്. ഈ രണ്ട് വിഷയവും RJDയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും യഥാർത്ഥത്തിൽ ബീഹാറിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. RJDയെ യഥാർത്ഥത്തിൽ ഈ സഖ്യം കൊണ്ട് RJDക്ക് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലേക്ക് ഒരുപക്ഷെ RJD എത്തിച്ചേരുമായിരിക്കും. അത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിലുള്ള നീക്കങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വരും ദിവസങ്ങളിലെ ആത്മപരിശോധനയിൽ നിന്ന് പുറത്തു വരേണ്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരുന്നു. ഈ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ആത്മപരിശോധനകളും അതുപോലെ തന്നെ ചർച്ചകളും വളരെയധികം നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് തേജസ്വി യാദവിന്റെ പ്രതികരണം വളരെ ശ്രദ്ധയോടുകൂടി രാജ്യവും അതുപോലെ തന്നെ സംസ്ഥാനവും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. ഈ പറഞ്ഞ പോലെ SIRനെ പഴിചാരിക്കൊണ്ടാണോ തേജസ്വി യാദവ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള ഒരു വിഷയമാണ്. ഏതായാലും SIR എന്നുള്ള വിഷയം നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ SIR എന്നുള്ള വിഷയം വളരെ താത്വികവും അതുപോലെ തന്നെ അക്കാദമികമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഈ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രയോഗിച്ചാൽ വിജയിക്കില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം അറിയാവുന്ന തേജസ്വി യാദവ് തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല. തേജസ്വി യാദവിന്റെ 4ലേറെ റാലികൾ ഞാൻ കവർ ചെയ്യുന്നു. ഈ റാലികളിൽ ഒരിടത്തും തന്നെ തേജസ്വി യാദവ് SIR എന്ന വിഷയം ഉന്നയിച്ചിട്ടേ ഇല്ല. അവിടെ പ്രാദേശിക വിഷയങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ, മദ്യനിരോധനം പോലെയുള്ള അതിന്റെ നടത്തിപ്പിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തൊഴിലില്ലായ്മ, യുവാക്കളുടെ കുടിയേറ്റം തുടങ്ങിയിട്ടുള്ള പ്രാദേശിക വിഷയങ്ങളായിരുന്നു തേജസ്വി യാദവ് ഉന്നയിച്ചത്. ഒരുപക്ഷെ മറ്റ് സഖ്യകക്ഷികളും അതേ തരത്തിൽ തന്നെയുള്ള നിലപാടാണ് SIR പോലുള്ള വലിയ താത്വികമായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിച്ചത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ, ബീഹാർ പോലെയുള്ള സങ്കീർണമായ ഒരു സമൂഹത്തിൽ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള രാഷ്ട്രീയ ആയുധമല്ല SIR എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞത് മഹാസഖ്യത്തെ നയിച്ചിട്ടുള്ള തേജസ്വി യാദവാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് സഖ്യത്തെ നയിച്ച ഒരു യുവ നേതാവായിട്ട് തേജസ്വി യാദവ് വളർന്നു കഴിഞ്ഞു. 2020 തെരഞ്ഞെടുപ്പും 2025 തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തേജസ്വി യാദവ് എന്ന് പറയുന്ന യുവ നേതാവിന്റെ വളർച്ച നമുക്ക് വളരെ ദൃശ്യമാണ്. പക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തേജസ്വി യാദവ് വളർന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തേജസ്വി യാദവിനെയോ RJDയെയോ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ RJD 2000-ന് സമാനമായ അല്ലെങ്കിൽ 2000 മുതലുള്ള രാഷ്ട്രീയം, 2000 മുന്നിലുള്ള രാഷ്ട്രീയത്തിന്റെ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത നമുക്ക്
തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയമാണ് ഇത്തരം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സങ്കീർണമായ സമൂഹത്തിലോ പ്രയോഗിക്കേണ്ടത് എന്നുള്ളൊരു പാഠം കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നമുക്ക് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. BJPക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആവാവുന്നതാണ്. ഇപ്പൊ നിതീഷ് കുമാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ നിതീഷ് ഇല്ലാതെ തന്നെ ഈ സർക്കാർ രൂപീകരിക്കുക. LJP, HM, RLM കൂടി ചേർന്നാൽ 120 സീറ്റ് ഇപ്പോഴത്തെ നിലയിലുണ്ട്. പിന്നെ 2 സീറ്റ് BSPയുടെയും ISPയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിതീഷ് കുമാർ ഇല്ലാണ്ട് തന്നെ സർക്കാർ രൂപീകരിക്കാൻ പറ്റും. നോക്കുന്നോ? ഞങ്ങളൊരു മുന്നണിയായിട്ട് മത്സരിച്ചതല്ലേ. ഞങ്ങൾ ഈ മുന്നണി മര്യാദയും ഞങ്ങൾ രാഷ്ട്രീയത്തിലെ കൃത്യമായിട്ടുള്ള ഒരു ദർശനമൊക്കെ ആയിട്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളെങ്ങനെ പ്രലോഭിപ്പിച്ചാൽ ആ പ്രലോഭനത്തിലൊന്നും ഞങ്ങൾ വീഴില്ല. എനിക്ക് മനോജ് മേനോൻ്റെ ആ വിഷയാവതരണത്തിൽ ഏറ്റവും അവസാനം അദ്ദേഹം സൂചിപ്പിച്ചത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജയം അത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് അവർ ഫലപ്രദമായി പലതും ചെയ്തു. സാർ, ഇത് തിരിച്ചു പറഞ്ഞൂടെ? ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക്. നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ കിട്ടിയ അസുലഭമായ ഒരു ഒന്നാന്തര മുഹൂർത്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അങ്ങനെ എന്തുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? അങ്ങനെ എന്തുകൊണ്ട് ഇവർക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല? ഇവർ അവസാന സമരം വരെ അന്തഛിദ്രമായിരുന്നില്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നേരത്തെ RJDയുടെ ജോർജ് സാർ പറഞ്ഞതുപോലെ ഒരു മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പാർശ്വഫലം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അസ്തമയമാണ്. ഇനി ഒരു സൂര്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദിക്കാത്ത സൂര്യനെയും കൊണ്ടാണ് ഇനി ഒരു സൂര്യോദയത്തിന് അവർ കാത്തിരിക്കുന്നത്. മാറ്റിപ്പിടിക്കണം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അപ്രസക്തമായ കഥാപാത്രമാണ്. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ തലേ ദിവസം, പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നത്. എല്ലാവരും പറഞ്ഞു ഇത് വലിയ പ്രതിഫലനമുണ്ടാക്കും. ശരിയാണെന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം. എന്തിനും നരേന്ദ്രമോദി പറയണം? ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ എന്ന കാരണം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിൽ നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് എന്താ INC എന്നുള്ളത്, കോൺഗ്രസ് എന്നുള്ളത് മാറി ഇപ്പോൾ MMC ആയി, മുസ്ലിം ലീഗ് പ്രീണന മാവോയിസ്റ്റ് കോൺഗ്രസ്സായി അത് മാറി. നിങ്ങൾ ഈ പഴയ പാരമ്പര്യം വെച്ച് ഇപ്പോൾ പുറകിൽ തഴമ്പ് തപ്പിയാൽ കാണാൻ പറ്റില്ല. പുതിയ തലമുറയ്ക്ക് ഇന്ന് കോൺഗ്രസിനെ വേണ്ട. കാരണം നിങ്ങളുടെ പഴയ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യമൊക്കെ ജനങ്ങൾ ഉപേക്ഷിച്ചു. ഇന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം സാർ. ആ പഴയ അഴിമതിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഭാഗ്യങ്ങളും കൊടുത്തു ഈ രാഹുൽ ഗാന്ധിക്ക്, എല്ലാ ഭാഗ്യവും ഭഗവാൻ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയം മാത്രം അറിയില്ല. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാർശ്വഫലം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസിന്റെ അസ്തമയമാണ്. ശരി, ഒരു ഉദയസൂര്യൻ, ആ ഉദിക്കാത്ത സൂര്യനെ കൊണ്ട് ഒരു ഉദയസൂര്യനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും സർവേയിലേക്ക് വരികയാണ്. ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞാൽ നിർത്തിയേക്കാം. വീണ്ടും സർവേയിലേക്ക് വരിക. ഞാൻ ചോദിക്കട്ടെന്ന് കഴിഞ്ഞു. ആദിവാസികളുടെ മേഖലയിൽ ജയിച്ചത് ആരാ മിസ്റ്റർ? ഇന്ന് BJP ആണ് ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് BJPക്കാണ്. BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 22% ആണ്. എന്ന് പറഞ്ഞാൽ RJD നിന്നത് 145 സീറ്റിൽ, BJP 91 സീറ്റിൽ, എന്നിട്ടും 22% വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ്. കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാ? 6%. ശരി, ബീഹാർ എത്ര വർഷം ഭരിച്ചതാ നിങ്ങൾ? ഉപ്പ് വെച്ച കലം പോലെ, പടവലങ്ങ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താഴെ വീഴുമ്പോഴും BJPയെ കുറ്റം പറയേണ്ട. നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. നാളെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ശരി, കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെയായി എന്നാണ് BJP ആരോപിക്കുന്നത്. ജിൻഡോ, കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചില വിമർശനങ്ങളുണ്ട്. കോൺഗ്രസിന് എന്താണ് സംഭവിച്ചത്? ഈ മോഡിയുടെ ടെർമിനോളജി ഒക്കെ വിട്ടേക്കു, ടു മച്ച് ലെഫ്റ്റായി. കോൺഗ്രസ് ഒരു ഇടതുപക്ഷ പാർട്ടിയായി. കോൺഗ്രസ് ഒരു സെൻട്രിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടിയായിരുന്നു. അതിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയായി മാറി.
അത് കോൺഗ്രസിനെ ക്ഷീണം ചെയ്യുകയാണ്. ഐഡിയോളജിക്കലി തന്നെ കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അല്ല, അത് കോൺഗ്രസിന്റെ ഐഡിയോളജി അറിയാത്തവരാ. കോൺഗ്രസ് ഒരു സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ്, സെൻട്രിസ്റ്റ് പാർട്ടിയല്ല, സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ്. അത് കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ്. പിന്നെ ഈ ഉദയസൂര്യൻ്റെ കഥ പറയുമ്പോൾ സൂര്യൻ എന്നും ഉദിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഉദയവും അസ്തമയം തോന്നുന്നത്. അത് ഈ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി നിരന്തരം സത്യം പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന രാഹുൽ ഗാന്ധി ഉദിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് കറങ്ങി വരുമ്പോൾ അത് സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും. ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഉദയവും അസ്തമയം ഉണ്ടാകുന്നത്. ഗോപാലകൃഷ്ണൻ ഒന്ന് പഠിച്ചാൽ മതി. ഇനി കോൺഗ്രസിന്റെ പാരമ്പര്യം, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ തഴമ്പ് തടവാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഈ രാജ്യത്തിന്റെ സൃഷ്ടിക്ക് നേതൃത്വം കൊടുത്ത പാരമ്പര്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അന്ന് ഒഴിവിലിരുന്ന് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ പാരമ്പര്യ നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് പാരമ്പര്യത്തിന്റെ തഴമ്പ് തപ്പി നോക്കാൻ പറ്റില്ല, തടവാൻ പറ്റില്ല. നിങ്ങൾക്ക് വർഗീയതയുടെ വിത്ത് ഇറക്കിക്കൊണ്ട് അധികാരം പിടിക്കാനേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. കള്ളവോട്ടിലൂടെ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തും വർഗീയത വിതച്ചുകൊണ്ടൊക്കെ അധികാരത്തിൽ വരാൻ പറ്റും. നിങ്ങൾക്ക് രാജ്യത്തിന്റെ സൃഷ്ടിയിലെ പാരമ്പര്യത്തിന്റെ തഴമ്പ് തപ്പാൻ പറ്റില്ല. ആ പാരമ്പര്യത്തിന്റെ തഴമ്പ് കോൺഗ്രസിന് തന്നെയാണ്. അത് എത്ര വട്ടം ഞങ്ങൾ പരാജയപ്പെട്ടാലും ഈ രാജ്യ സൃഷ്ടിക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരാണെന്ന് സകല മനുഷ്യർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ആ പാഠപുസ്തകത്തിലും ചരിത്ര പുസ്തകത്തിലും നിങ്ങൾ തമസ്കരണത്തിനും വക്രീകരണത്തിനും ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് പോലും അറിയാം കോൺഗ്രസ് ആണ് ഈ രാജ്യം ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ടാ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ തഴമ്പിന്റെ കാര്യം പറയണ്ട. നിങ്ങൾ കട്ടെടുത്ത വിജയത്തെ കുറിച്ചിട്ട് ധൈര്യപൂർവ്വം ഒന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറയും. ടെലിപ്രോംപ്റ്റർ മോദിയോട്, ടെലിപ്രോംപ്റ്റർ ഓഫ് ആകുമ്പോൾ മിണ്ടാതെ ഉണ്ട വിഴുങ്ങി നിൽക്കുന്ന മോദി ഉണ്ടല്ലോ, മോദിയോട് ജനങ്ങളോട് നേരിട്ട് ചോദ്യങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയാൻ പറയും. 11 വർഷമായില്ലേ പത്രക്കാരെ കണ്ടിട്ട്? ശരി, ഓക്കെ. നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായി. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇന്ന് വന്നത്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ BJPയും അതുപോലെ തന്നെ JDUവും അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന വിധത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു സുനാമി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ബീഹാറിൽ വീണ്ടും ഒരു അധികാര ആരോഹണം ഉണ്ടാവുകയാണ്. വളരെ നന്ദി. ചർച്ചയിൽ പകർന്ന 4 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.